ഗുഡ് മോർണിംഗ് ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓർഗനൈസേഷൻ ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ഫാക്ടറി ബിൽഡിംഗ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കിയുള്ള പോയിൻറ്റ്സാണ് പറയേണ്ടത്. സെക്കൻഡ് ലൈറ്റിംഗ്, തേർഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻ, ഫോർത്ത് വെൻറ്റിലേഷൻ ആൻഡ് 5 വർക്ക് റിലേറ്റഡ് വെൽഫെയർ ഫെസിലിറ്റീസ്. അപ്പോൾ നമുക്ക് ലൈറ്റിംഗ് എന്താണെന്ന് നോക്കാം. ലൈറ്റിംഗ് നമുക്കറിയുന്നത് പോലെ തന്നെ ഓർഗനൈസേഷനിൽ ഫാക്ടറിയുടെ ഉള്ളിൽ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. അതായത് എംപ്ലോയീസിൻ്റെ ഐസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള, അതേപോലെ മെഷീനറീസൊക്കെ കറക്റ്റ് കാണാൻ പറ്റുന്ന, അതിൻ്റെ എന്താ പറയുക, പിന്നെ കൂടുതൽ കണ്ണിന് സ്ട്രെയിൻ വരാത്ത ആ രീതിയിലുള്ള ലൈറ്റിങ്സ് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് നടക്കണം അല്ലേ. അതായത് ലൈറ്റ്സൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, പിന്നെ എന്തെങ്കിലും ലൈറ്റ് പ്രോബ്ലംസ് ഉള്ളതൊക്കെ മാറ്റി ഫിക്സ് ചെയ്യുക. ആ രീതിയിൽ ലൈറ്റിങ് ശ്രദ്ധിക്കണം. The use of natural light should be encouraged. Regular cleaning of lighting fixture is obviously essential. Excessive contrast in lighting levels between the workers' task and the general surroundings should also be avoided. ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ലൈറ്റ്സ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ ഫാക്ടറി ബിൽഡിങ്ങിൽ നാച്ചുറൽ ലൈറ്റിംഗ് മാക്സിമം കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഫാക്ടറി ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ചെയ്യണം. അതേപോലെ ഇതിൻ്റെ ക്ലീനിങ്, അതിൻ്റെ മെയിൻ്റനൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് ലൈറ്റിംഗ് എന്നുള്ള ഫാക്ടറിൽ വരുന്നത്. തേർഡ് പോയിൻ്റാണ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. കൺട്രോൾ ഓഫ് ദി ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അറ്റ് ദ വർക്ക് പ്ലേസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദി വർക്കേഴ്സ് ഹെൽത്ത് ആൻഡ് കംഫർട്ട്. With excess heat or cold, workers may feel very uncomfortable and their efficiency drops. അപ്പം ഫാക്ടറി ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ക്ലൈമാറ്റ് കണ്ടീഷൻസ് എംപ്ലോയീസിൻ്റെ ഒരു കംഫർട്ടിനനുസരിച്ച് അവർക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ അവിടെ എയർ കണ്ടീഷണർ വെച്ചിട്ട് കുറച്ചും കൂടെ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കണം. അതേപോലെ ചൂടുള്ളതാണെങ്കിൽ അവിടെ കുറച്ചും കൂടെ തണുപ്പ് വരുന്ന രീതിയിൽ എയർ കണ്ടീഷൻ സെറ്റ് ചെയ്യണം. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നാച്ചറും കൂടെ പരിഗണിച്ചിട്ട് വേണം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ ചൂട് അല്ലെങ്കിൽ കൂടുതൽ തണുപ്പൊക്കെ ആവുകയാണെങ്കിൽ അത് എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കും. ഫോർത്ത് പോയിന്റ് വെന്റിലേഷൻ. Ventilation is an integral part of the good building system. Ventilation differs from air circulation. Ventilation replaces contaminated air by fresh air, whereas the air circulation merely moves the air without renewing it. വെന്റിലേഷൻ ഒരു ബിൽഡിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഏറ്റവും അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമാണ്. അപ്പം വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി പറയുമ്പം എയർ സർക്കുലേഷനാണ് വെന്റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. പക്ഷേ വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ മിയർലി വെറും എയർ സർക്കുലേഷൻ മാത്രമല്ല, നമ്മുടെ ഒരു ബിൽഡിങ്ങിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന എയറിനെ പുറത്തേക്ക് വിട്ടിട്ട് ഫ്രഷ് എയറിനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. എയർ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എയറിൻ്റെ മൂവ്മെൻറ്റ് മാത്രമാണ് എയർ സർക്കുലേഷനിൽ വരുന്നത്. അപ്പം നമ്മൾ കൂടുതൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, ചൂട് കൂടുതലുള്ള സമയമൊക്കെ ആണെങ്കിൽ എയർ സർക്കുലേഷൻ മാത്രം കൊണ്ട് കാര്യമില്ല. പ്രോപ്പർ വെന്റിലേഷൻ, അതായത് ഉള്ളിൽ തിങ്ങി കിടക്കുന്ന എയറിനെ പുറത്തേക്ക് പോയിട്ട് പുറത്തുള്ള ഫ്രഷ് എയറിനെ ഉള്ളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ വെന്റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു നല്ല എന്താ പറയുക സ്മൂത്തായിട്ടുള്ളൊരു ടെമ്പറേച്ചറും ഒരു ഇതൊക്കെ സ്മൂത്തായിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫാക്ടറി ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വെന്റിലേഷനും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്രോപ്പർ സ്റ്റെപ്സ് ഹാവ് ടു ബി ടേക്കൺ ടു എൻഷുർ ദി വെന്റിലേഷൻ ഫെസിലിറ്റി. ഫിഫ്ത്ത് വൺ വർക്ക് റിലേറ്റഡ് വെൽഫെയർ ഫെസിലിറ്റീസ്. വർക്ക് റിലേറ്റഡ് വെൽഫെയർ ഫെസിലിറ്റീസിൽ ബേസിക്കായിട്ട് വരുന്ന കാര്യം ഡ്രിങ്കിങ് വാട്ടറും ടോയ്ലറ്റ് ഫെസിലിറ്റീസുമാണ്. അതായത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കുടിക്കാനുള്ള വെള്ളവും അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആയിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ കുറേ ഫെസിലിറ്റീസും വരും, പക്ഷേ അതൊന്നും അത്രയും അത്യാവശ്യമല്ല. The planners of the factory building have to see that the organization has enough related facility for its employees. അപ്പോൾ അങ്ങനെയല്ല, എന്താ പറയുക, എസെൻഷ്യൽ ആയിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ കൊടുക്കണം എന്നുള്ളത് ഫാക്ടറി ആക്റ്റിൽ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് മെയ്ഡ് മാൻഡേറ്ററി ഇൻ ദി ഫാക്ടറീസ് ആക്ട്. അതിൽ ബേസിക്കലി വരുന്നത് ഡ്രിങ്കിങ് വാട്ടറും ടോയ്ലറ്റ് ഫെസിലിറ്റീസുമാണ്. വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ.
Safe, cool drinking water is essential for all types of work, especially in a hot environment. Without it, fatigue increases rapidly and productivity falls. Adequate drinking water should be provided to employees. അല്ലെ, സേഫ് ആയിട്ടുള്ള, അതായത് കുടിക്കാൻ സുരക്ഷിതമായിട്ടുള്ള കൂൾ ഡ്രിങ്കിങ് വാട്ടർ, ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കൂൾ ഡ്രിങ്കിങ് വാട്ടർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ടുള്ള വെള്ളമൊക്കെ കിട്ടിയാൽ മാത്രമേ എംപ്ലോയീസിന് എന്താ പറയുക ക്ഷീണമൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് എന്താ പറയുക കറക്റ്റായിട്ട് വെള്ളമൊന്നും കിട്ടാതെ ക്ഷീണമൊക്കെ കൂടുകയാണെങ്കിൽ അത് അവരുടെ എഫിഷ്യൻസിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യും, അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പം അഡ്വക്കേറ്റ് ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് ബി പ്രൊവൈഡഡ് ടു എംപ്ലോയീസ്. പിന്നെ സെക്കൻഡായിട്ട് പറയുന്നത് സാനിറ്ററി ഫെസിലിറ്റീസ് ആണ്. ഹൈജീനിക് സാനിറ്ററി ഫെസിലിറ്റീസ് ഷുഡ് എക്സിസ്റ്റ് ഇൻ ഓൾ വർക്ക് പ്ലേസസ്. ദേ ആർ particularly important where chemicals or other dangerous substances are used. Sufficient toilet facilities with separate facilities for men and women workers should be ensured. അത് സാനിറ്ററി ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം, മെന്നിനും വുമനും സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ടായിരിക്കണം, അതൊക്കെയാണ് പറയുന്നത്. തേർഡ്, ഫസ്റ്റ് എയ്ഡ് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്. Facilities for rendering first aid and medical care at the workplace in case of accidents are essential. വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ഉപയോഗിക്കാനായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സസ് ഒക്കെ വർക്ക് പ്ലേസിൽ ഉണ്ടായിരിക്കണം. അത് കൺവീനിയൻ്റ് ആയിട്ട് എംപ്ലോയീസിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യുകയും വേണം. ഫസ്റ്റ് എയ്ഡ് ബോക്സസ് ഷുഡ് ബി ക്ലിയർലി മാർക്ക്ഡ് ആൻഡ് കൺവീനിയൻ്റ്ലി ലൊക്കേറ്റഡ്. അത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണെന്നുള്ള ക്ലിയർലി അതിൻ്റെ ആ മെഡിസിൻ്റെ ആ ഒരു മാർക്കില്ലേ, ആ മാർക്കും പിന്നെ അത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കുകയും വേണം. അപ്പോൾ അതാണ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസിൽ പറയുന്നത്. ഫോർത്ത് വൺ, റെസ്റ്റ് ഫെസിലിറ്റീസ്. അതായത് എംപ്ലോയീസിന് റെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കണം. അതായത് അവരുടെ വർക്ക് എൻവയോൺമെൻറ്റിൽ നിന്ന് മാറിയിട്ട് ആ ഒരു സൗണ്ടും ആ ഒരു എന്താ പറയുക എന്തെങ്കിലും പൊല്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാത്ത അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ, അത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് സമയത്തൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള റെസ്റ്റ് പ്ലേസസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. റെസ്റ്റ് ഫെസിലിറ്റീസ് ഹെൽപ്പ് വർക്കേഴ്സ് ടു റിക്കവർ ഫ്രം ഫാറ്റിക് ആൻഡ് ടു ഗെറ്റ് അവേ ഫ്രം എ noisy, polluted or isolated workstation. Fifth one, feeding facilities. Organization should arrange food facilities for its employees. അതായത് ക്യാൻറ്റീൻസ് അല്ലെങ്കിൽ കോഫി മെഷീൻസ്, ടീ മെഷീൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും സ്നാക്സ് അല്ലെങ്കിൽ ലഞ്ചൊക്കെ കഴിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഫാക്ടറി ബിൽഡിങ്ങിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് ഫീഡിംഗ് ഫെസിലിറ്റീസിൽ പറയുന്നത്. പിന്നെ അടുത്തതാണ് റീക്രിയേഷണൽ ഫെസിലിറ്റീസ്. Recreational facilities offer workers the opportunity to spend their leisure time in activities likely to increase physical and mental well-being. They may also help to improve social relations within the enterprise. Such facilities can include halls for sports, reading rooms, libraries, clubs for hobbies and cinemas. അതായത് വലിയ ഓർഗനൈസേഷൻസിലൊക്കെ ഇങ്ങനെ ഒരു സെറ്റപ്പും കൂടെ ഉണ്ടാവും. അതായത് അവർക്ക് എന്താണ് സ്പോർട്സ് എന്തെങ്കിലും ഷട്ടിൽ ബാറ്റോ ടെന്നീസൊക്കെ കളിക്കാനുള്ള കോർട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ റീഡിങ് റൂംസ്, ലൈബ്രറീസ്, ക്ലബ്സ്, പിന്നെ സിനിമ കാണാനുള്ള സൗകര്യങ്ങൾ, അതൊക്കെ വെച്ചാൽ അവരുടെ ലെഷർ ടൈംസിൽ. ഫോർ എക്സാമ്പിൾ ചിലപ്പം ഫാക്ടറി ക്വാർട്ടേഴ്സിലൊക്കെ തന്നെ താമസിക്കുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് വീക്കെൻഡിൽ അല്ലെങ്കിൽ ഫാക്ടറി ടൈം കഴിഞ്ഞിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫാക്ടറിയിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള സോഷ്യൽ റിലേഷൻസ് കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത് പോയിന്റ്സ് വരുന്നത്. സോ നമ്മളെ ടോപ്പിക്ക് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓർഗനൈസേഷൻ ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആണ്. ഫിസിക്കൽ ഫെസിലിറ്റീസ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ പരിഗണിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. അതിൽ ഫാക്ടറി ബിൽഡിംഗ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലൈറ്റിംഗ്, വെന്റിലേഷൻ, ക്ലൈമാറ്റിക് കണ്ടീഷൻ, പിന്നെ വർക്ക് റിലേറ്റഡ് ഫെസിലിറ്റീസ് ആണ്. ആ വർക്ക് റിലേറ്റഡ് ഫെസിലിറ്റീസിലാണ് ഇപ്പോൾ 6 പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളത്.